എന്നെ ഞെട്ടിപ്പിച്ച ഒരു കമന്റ് ഞാൻ കണ്ടു. മീനാക്ഷിയെ കാക്ക കൊത്താൻ സാധ്യതയുണ്ടെന്ന്. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എന്ത് തോന്നിയത് കണ്ടപ്പോ? എനിക്ക് ആ സ്പെസിഫിക് കാക്കേനെ പറ്റി അറിയില്ല. എനിക്കറിയുന്ന കാക്കകളെ എനിക്കറിയൂ. ഈ വർഗീയത കൈവിട്ട് തുടങ്ങിയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. വൃത്തികെട്ടവൻ ശവം. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ കയ്യിന്ന് 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്തായാലും മതവിശ്വാസം ഇല്ലാത്ത ആളാണല്ലോ. മതവിശ്വാസം ഇല്ലാത്ത ആളാണ്. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ വേണ്ട വേണ്ട, അഭ്യാസം നടക്കണ്ട. എനിക്ക് എല്ലാ നിരീശ്വരവാദിയാണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാ മതങ്ങളെയും അല്ല, ഞാൻ റാഷണലിസ്റ്റ് ആണ്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. റാഷണലിസ്റ്റും നിരീശ്വരവാദവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ദൈവവിശ്വാസം ഉണ്ടോ? റാഷണലാണ്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം, എന്തോ കാര്യമായിട്ട് പറയുന്നു. റാഷണലിസവും എയ്ത്തിസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവൻ ആളും ഒണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരവില്ല. ദൈവവിശ്വാസം ഉണ്ടോ? ദൈവവിശ്വാസം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് റാഷണലിസ്റ്റ് ആണ്. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എയ്ത്തിസ്റ്റ് ആണോ എന്ന് നമ്മൾ ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് റാഷണലിസ്റ്റ് ആണ്. ഓരോ ആൾക്കാരും ഓരോ തരത്തിലുള്ള ചിന്താഗതികളുള്ള ആൾക്കാരാണ്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. അപ്പൊ ദൈവവിശ്വാസം ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ദൈവവിശ്വാസം ഉണ്ട്. ഞാൻ റാഷണൽ ആണ്. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞാലേ ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. എന്തിനാ അതൊക്കെ പറയാൻ ഇത്ര പേടിക്കുന്നത്? ചേട്ടനാണ് എന്നെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാണക്കെടുത്തി എന്തോന്നടാ ഇതൊക്കെ? നാണക്കേട്. ഞാൻ എന്റെ അഭിപ്രായം വളരെ ക്ലിയർ ആയി പറയുന്ന സമയത്ത് ദൈവത്തെ എതിർത്ത് സംസാരിക്കണം എന്നൊരു ഇന്റൻഷൻ ചേട്ടനുള്ളത് കൊണ്ടാണ് ചേട്ടൻ പിന്നെ പിന്നെ അങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ ഇന്റൻഷൻ ഇല്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എനിക്ക് ദൈവവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കണം എന്നില്ല, അല്ലാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം എന്നില്ല. എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ ക്ലിയർ ആയി പറയാ എന്നുള്ളത് മാത്രം. സന്തോഷായി, നല്ല സന്തോഷായി. നീ ആ കൈങ്ങട് തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. എയ്ത്തിസവും റാഷണലിസവും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമോ? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. എയ്ത്തിസം റാഷണലിസം തമ്മിലുള്ള വ്യത്യാസം അറിയാം. ഒന്ന് പറയാമോ? എന്റെ മോനെ, അപ്പൊ ആക്ച്വലി എയ്ത്തിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് റാഷണലിസ്റ്റ് ആണ് എന്നുള്ളത്. നമ്മൾ ഇതിലൊരു എസ് ഓർ നോ തേടുമ്പോഴാണ് പ്രശ്നം. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ചേട്ടന് എന്തെങ്കിലും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് വേറെ ആരുടെയും മേലിൽ ഇമ്പോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.